ഇനി നമുക്ക് എന്ത് കാണണം? എന്ത് കാണണം? എന്ത് കാണണം? നന്നായിട്ട് അഭിനയിക്കണ കാണണം എന്ന് ആർക്കെങ്കിലും ഉണ്ടോ? 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 ഉണ്ടല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും സിനിമയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സിനിമയിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട താരങ്ങൾ നല്ല കലക്കനായിട്ട് അഭിനയിക്കുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു സോളോ ഡ്രാമയാണ്. സോ ബിഫോർ വെൽക്കമിങ് ദ നെക്സ്റ്റ് കണ്ടസ്റ്റന്റ്, ലെറ്റ്സ് സീ her journey with Vanida Lulu Sparkies Little Stars, powered by GEMS Modern Academy. So everyone, your eyes on the screen, please. Firstly, I would like to say thank you for giving me this opportunity, and it's my pleasure to introduce myself. I'm Aina Anna, 11 years old. I'm coming from Thrissur. I'm studying in 5th standard in St. Joseph CGHSS Thrissur. I'm very happy with the Lulu Sparkies Little Star competition. In the first round, Kuchipudi. Second round, cinematic. Jai, 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 Bajarangi. Bajarangi, Bajarangi. Jai, 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 Bajarangi. Third round, semi-classical. Mere dhol na sun, mere pyar ki dhun. I am selected to the final stage. I need your prayers and support. Thank you. Well, നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകി സ്വാഗതം ചെയ്യാം the next contestant, Aina Anna. Welcome Aina, welcome. Okay, എല്ലാം ഡാൻസ് ആയിരുന്നു. ഇത്തവണ ഒരു വെറൈറ്റി ഞങ്ങൾക്ക് വേണ്ടി പെർഫോം ചെയ്യാമോ ആണ് അല്ലേ? ഏതാണത്? സോളോ ഡ്രാമയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് ഒരു കാര്യം ഞാൻ ഈ ഒരു ജേർണി ഓഫ് ഈ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളിയായിട്ട് ഫ്ലോയി ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ട് ആ ഒരു പെർഫോം ചെയ്യാൻ നേരത്ത്. വെരി 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 ഗുഡ്. അപ്പോൾ അടുത്ത ഒരു റൗണ്ടിൽ ഏതാണ്? സോളോ ഡ്രാമയാണോ? ഡാൻസ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഓക്കെ. സോ ഇന്ന് എന്തൊരു തീം ബേസ്ഡ് ആണ്? തീം ബേസ്ഡ് അല്ലേ? ആണ്. എന്ത് തീം ബേസ്ഡ് ആണ്? അത് ഇപ്പോൾ അച്ഛനൊരു കുട്ടീനെ തലക്കടിച്ചു പോകുന്നില്ലേ? വേണ്ട വേണ്ട പറയണ്ട, ഞങ്ങൾ കണ്ടോളാം അല്ലേ? അപ്പോൾ റെഡിയാണല്ലോ? വേറെയാണ്. ആ കുഴപ്പമില്ല. അപ്പോൾ റെഡി ആണല്ലോ? സൗണ്ട്, ക്യാൻ വി ഹാവ് ദ ട്രാക്ക് പ്ലീസ്? ഓക്കെ, താങ്ക് യു. സോ Aina, all the very best and do your best, give your best. നല്ലൊരു കൈഡി നൽകാം Aina Annയ്ക്ക് വേണ്ടി. Let's see her performance, solo drama. എനിക്ക് കൂട്ടുകാരാരുമില്ല, കൂട്ടിന് കളിപ്പാവോളുമില്ല. നേരം വെളുക്കുമ്പോഴേക്കും എന്നെ ഞെട്ടിച്ചു പോകും. അപ്പോ ഞാൻ ദാ ഈ തലയിൽ ഇങ്ങനെ ഇറുകെ കെട്ടിപ്പിടിക്കും, ഉമ്മ വയ്ക്കും, താലോലിക്കും. ഒരു കുഞ്ഞനുജത്തിയായി, അനിയനായി, കൂട്ടുകാരിയായി, ചിലപ്പോഴൊക്കെ ഒരമ്മയായി ഈ തലേണ എന്നെ ആശ്വസിപ്പിക്കും. മറ്റു ചിലപ്പോ ഒരു ഭൂതത്തെ പോലെ എവനെന്നെ പേടിപ്പിക്കും. ഒരിക്കൽ അമ്മയുടെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നു. ഈ തലേണയെ ഇങ്ങനെ ഇറുകെ പേടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഇതിന്
ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ കരഞ്ഞോണ്ട് തലനെ തട്ടിപ്പറിച്ചു. അപ്പൊ അയാൾ എന്നെ കഴുത്തിന് പിടിച്ചുയർത്തി താൻ കുത്തി നിർത്തിയിട്ട് എന്നോട് പറയാ, ആ ടൈമിലോ നീ കഴിഞ്ഞോളും, അല്ലെങ്കിൽ നിന്റെ അനിയന്റെ കത്തി നിനക്കും വരും. ഇതുപോലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോ അമ്മ എന്നോട് പറഞ്ഞത്, അനിയൻ കോണിന് താഴെ വീണ എന്റെ അനിയൻ മരിച്ചത് കോണിന് വീണിട്ടല്ലാന്ന് എനിക്ക് അന്നേ തോന്നിയിരുന്നു. പിന്നൊരു ദിവസം ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ അയാൾ എന്നെ പുറകിലൂടെ വന്ന് വട്ടം കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. അയാളെ വായിൽ നിന്ന് പൊട്ട മണം കാരണം എനിക്ക് കേൾക്കാനോ വന്നു. ഞാൻ കരഞ്ഞോണ്ട് അമ്മനെ ഉറക്കെ വിളിച്ചു. അപ്പൊ അമ്മ അകത്തുനിന്ന് പറയാ, എന്തിനാണ് ഒച്ച വെക്കുന്നേ? ആ നിന്റെ കൊച്ചച്ഛനല്ലേ മനുഷ്യന്മാരെ കാണാത്ത പോലെ? മിണ്ടാതിരിക്കട്ടെ അവിടെ. ഞാൻ കുതിരി ഓടി പുറത്തേക്ക് ഇറങ്ങി. ഇരുട്ടിൽ എങ്ങടാ പോണെന്ന് അറിയാണ്ട് നിൽക്കുമ്പോ അമ്മ എന്നെ വലിച്ചഴച്ച് വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അമ്മ ഉമ്മറത്തെ വാതിലടിച്ച് അയാളോടൊപ്പം മുറിക്ക് പോയി. ഇനി അയാൾ വന്ന അയാളെ ഞാൻ കൊല്ലും. ഞാൻ അടുക്കളയിൽ നിന്ന് ഒരു കരിക്കത്തിയെടുത്ത് കയ്യിൽ വെച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും അവരെ പുറത്തേക്ക് കണ്ടില്ല. എനിക്ക് എന്റെ അനിയന്റെ മുഖം വന്നു. ചോരയെ കുളിച്ച എന്റെ അനിയൻ, എന്റെ പൊന്നനിയൻ. പെട്ടെന്ന് അമ്മ പുറത്തിറങ്ങി ബാത്റൂമിലേക്ക് പോവാൻ ഞാൻ കണ്ടു. ഞാൻ മെല്ലെ ചെന്ന് വാതിൽ തുറന്നു നോക്കി. അയാൾ അവിടെ കമർന്ന് കിടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്റെ അനിയന്റെ മുഖം വീണ്ടും വീണ്ടും ഓർമ്മയിൽ വന്നു. ഞാൻ അയാളെ കത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടേയിരുന്നു. എന്റെ അനിയനൊക്കെ ചോര വരുന്നത് വരെ കുത്തിക്കൊണ്ടേയിരുന്നു. ജീവൻ പോയി ഉറപ്പാക്കും വരെ ഞാൻ കുത്തിക്കൊണ്ടേ. ഞാൻ ചിന്നു ഇന്നും ജീവിക്കുന്നു. ആരും അറിയാതെ ഇരുട്ടിൽ. അയാളെ പോലൊരു ദുഷ്ടന്മാർ ഇനി വരും. അതുകൊണ്ട് തന്നെ ഒരായുധം എന്റെ കയ്യിലുണ്ട്. എല്ലാവർക്കും എന്റെ അത്ര ധൈര്യം ഉണ്ടായെന്ന് വരില്ല. പക്ഷേ നേരിടാൻ തയ്യാറായി മതിയാകൂ. പേടിച്ചിരിക്കരുത്, പേടിച്ചോടിക്കരുത്. ഇതുപോലൊരായുധം കയ്യിൽ കരുതുക. ഇതുപോലൊരായുധം കയ്യിൽ കരുതുക. I just don't know what to say because it's a very disturbing issue that's going on in the society. എന്താ പറയാ, ഞാൻ അവിടെ ഇരുന്ന് ആക്ച്വലി ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഡോണ്ട് നോ. സോ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരുടെയും മുഖം കാണുമ്പോൾ തന്നെ അറിയാം, ലൈക്ക് എല്ലാവരും സന്തോഷിച്ചിരുന്നിട്ട് എവ്രിബഡി ജസ്റ്റ് ബിക്കെയിം സോ സാഡ്. അതാണ് ആ ഒരു പെർഫോമൻസിൻ്റെ ഇമ്പാക്ട്. മോളു, ഐന, യു വെർ ഫാബുലസ്. റിയലി ഗുഡ്, റിയലി ഗുഡ്. ഞങ്ങളെല്ലാവരെയും ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചു. വയ്യല്ലേ? പറ്റുന്നുണ്ടോ? യു നീഡ് സം വാട്ടർ?
Okay, can we have some? Yeah. അല്ല, അവൾക്ക് കുറച്ച് റെസ്റ്റ് കൊടുത്തോ. എന്താന്ന് വെച്ചാൽ ഇത് പൊടി അതെ അതെ. കുറച്ച് വെള്ളം വേണമെങ്കിൽ കൊടുത്തു, കുടിച്ചോ മോള്. Well, ladies and gentlemen, you are watching Vanitha Lulu's Spark is Little Star powered by Gems Modern Academy. Once again, welcome back. So judges, Aina will be back soon. എനിക്കറിയില്ല ആ കുട്ടി എങ്ങനെയാണ് ഇത്ര പെർഫോം ചെയ്തല്ലേ, വായിലോ ആ സ്പോഞ്ച് പോയിട്ടാണ് പിന്നെയും ആള് ആ പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്തത്. ഷീൽ ബി ബാക്ക് സൂൺ, ഷീ ഈസ് റിയലി ഫൈൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആള് വരുന്നതിന് മുൻപായിട്ട് നമുക്ക് അടുത്തൊരു പെർഫോമൻസിലേക്ക് പോവാം അല്ലേ, ആളുടെ ഒരു ജഡ്ജ്മെന്റ് ഉറപ്പായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. സോ ദിസ് വാസ് വൺ ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് പെർഫോമൻസ്. ഇനി ഇതിനു മുമ്പ് നമ്മളൊരു പെർഫോമൻസ് കണ്ടു. അപ്പോൾ ചെറിയ എന്തിനാ പറയുക, ഒരു ത്രോട്ടിൽ ഇത് വന്നുകൊണ്ട് ഷീ കുഡിൻ ഹിയർ ദി ജഡ്ജ്മെന്റ് ഫ്രോം ആർ ജഡ്ജസ് ഹിയർ. സോ നമുക്ക് സ്വാഗതം ചെയ്യാം ഐന അന്ന once again on stage to hear the suggestions from our judges. Once again welcome. തൊണ്ടയ്ക്ക് ശരിയായോ? ശരിയായെങ്കിൽ പറയൂ. ശരിയായി, ഓക്കെ. സോ ജഡ്ജസ്, ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, ഒന്നും പറയാനില്ല അതിന്. ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ തലയണ കീറിയതിന് ശേഷം അതിൻ്റെ ഡസ്റ്റ് വന്നിട്ട് മൂക്കിൽ കയറി ചുമച്ചു പോയി കുഞ്ഞ്. അത് കഴിഞ്ഞിട്ട് അത് കൺട്രോൾ ചെയ്തുകൊണ്ട് അവൾ അഭിനയിച്ചു എന്നുള്ളതാണ്. അത് തീരും വരെയും അത് കട്ടിച്ചമർത്തി നിന്നുകൊണ്ട്, അതിനിടയ്ക്ക് ഒന്നോ രണ്ട് പ്രാവശ്യം ചുമച്ചു പോയി. പക്ഷെ എന്നാൽ പോലും അത് തീരുന്നത് വരെ മുഖത്തെ എക്സ്പ്രഷൻ മാറിയിട്ടില്ല. അത്രയും ഡെഡിക്കേറ്റഡാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആ പെർഫോമൻസിലുടനീളം. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു, ഉഗ്രൻ ആക്ടിങ് ആയിരുന്നു. ശരിക്കും നമ്മളിപ്പോൾ അതിൽ നിന്നൊന്ന് മാറി വന്നതാണ്. ആ സമയത്ത് നമ്മുടെയൊക്കെ മുഖം വളരെ മോശം അവസ്ഥയിലായിരുന്നു. നമ്മളൊക്കെ ഒന്ന് വിങ്ങിയിരിക്കുകയായിരുന്നു. ഒരു ചിരി, പിന്നെ ഒരു സങ്കടത്തിനും കരച്ചിലിനും ചിരിക്കും ഒക്കെ ഇടയിലുള്ള ഒരു വിങ്ങലുണ്ട്. നമുക്ക് തൊണ്ടയിലൊരു പെയിൻ ഉണ്ടായിരുന്നു. അത് കറക്റ്റ് ആ ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റി നമ്മുടെയൊക്കെ ഉള്ളിൽ. പിന്നെ കത്തിയൊക്കെ എടുത്ത് കാണിക്കുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും ഒരു മകളുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റും. ഒരു അവളുടെ ബോൾഡായിട്ടുള്ളൊരു ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരു പിന്നെ ശരിക്കും നമ്മളെ ടെൻഷനാക്കി കളഞ്ഞു. അടിപൊളിയാണ് മോളെ. ഉഷാ, സൂപ്പർ. ആര്യ, കലേശ്വരൻ പറഞ്ഞ പോലെ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടല്ലോ ആ ഒരു പെർഫോമൻസിൻ്റെ, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ റിയാക്ഷൻസ് എന്ന് മനസ്സിലാവും. നമ്മളൊക്കെ വേറെ മൂഡിലേക്കായിപ്പോയി. ബിക്കോസ് ഇത് എല്ലാവരെയും വളരെയധികം ബാധിച്ച ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത സ്കിറ്റാണ്. പെട്ടെന്ന് നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്തു. ഒരു നിമിഷം നമ്മൾ ആ
കുഞ്ഞിനെ ഓർത്തുപോയി, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഈ പ്രായത്തിൽ ഇതിൻ്റെ ഒരു കോർ മനസ്സിലാക്കി അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ അത് എക്സ്പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു മോളെ, യു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ് എന്ന് മാത്രമല്ല, അത് എന്താ പറയുക, ഭയങ്കര കഴിവാണ് മോളെ. യുവർ ഒബ്സർവേഷൻ, ഐ മസ്റ്റ് സേ ഒബ്സർവേഷൻ, അത് മനസ്സിലാക്കുക, എന്നിട്ട് അത് ആ ഒരു ഇൻറ്റൻസിറ്റിയിൽ ആ ഔട്ട്പുട്ട് കൊടുക്കുക, അത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. യു ആർ എക്സ്ട്രീംലി ടാലൻറ്റഡ്. വീണ്ടും അത് തന്നെ പറയാണ്. അപ്പം ഈ ടാലൻറ്റിനെ യു നീഡ് ടു ഡെവലപ്പ് ദിസ്. ഇതിനെ ഉറക്കിക്കിടത്തി കളയരുത്. അറിയാം സ്റ്റഡീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ബട്ട് അലോങ് സൈഡ് ബ്രിങ് ഇറ്റ് അപ്പ്. യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ, വണ്ടർഫുൾ ഫ്യൂച്ചർ അഹെഡ്. അതിപ്പോൾ തന്നെ കാണാം. ആ ഇൻട്രോ വീഡിയോയിൽ തന്നെ വെൻ യു കെയിം സ്പീക്കിംഗ് അബൌട്ട് യുവർ സെൽഫ്, ഭയങ്കര സ്മാർട്ടായിട്ട്, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട്, ഒറ്റ സ്ട്രെച്ചിന് യു സ്പോക്ക് എവറിഥിങ്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. ഓക്കെ, ഈ പെർഫോമൻസിൽ ദർ ഇസ് സംതിങ് എന്നുള്ളത് നമുക്ക് ഒരു ഉള്ളിലൊരു തോന്നലുണ്ടായി. ആൻഡ് അതൊട്ടും തന്നെ തെറ്റിയില്ല. മാത്രമല്ല, ഈ ഒറ്റ സ്കിറ്റിൽ ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ഇമോഷൻ ഗോയിങ് ഓൺ. അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ഒരു അനിയനോടുള്ള സ്നേഹം, നിസ്സഹായത, സങ്കടം, ദേഷ്യം, എല്ലാം ഇറ്റ് വാസ് ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരുന്നു. സോ ഹാറ്റ്സ് ഓഫ് ടു യു. ഈ പ്രായത്തിൽ അതത്രയും ഇൻറ്റൻസിറ്റിയിൽ യു കുഡ് ഡെലിവർ ഇറ്റ് 100%. ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഒരുപോലെ കൊണ്ടു എന്നുള്ളതാണ്, വിച്ച് മീൻസ് ദാറ്റ്സ് യുവർ സക്സസ്. അത് മാത്രമല്ല, വേറൊരു കാര്യം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്, അക്ഷരസ്ഫുടത. മലയാളം ആ വാക്കുകളുടെ ആ ഒരു സ്ഫുടതയുണ്ടല്ലോ, എനിക്കൊന്നും പറ്റില്ല എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വമല്ല, പലരും എന്നെ കളിയാക്കും. അതുകൊണ്ടല്ല, ഞാൻ വേറെ ലാംഗ്വേജസ് കൂടുതൽ സംസാരിക്കുന്നത് കൊണ്ടായിരിക്കാം. ആഗ്രഹമില്ലാഞ്ഞിട്ടില്ല, പക്ഷെ അത് വരില്ല. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പം സ്ലിപ്പൊക്കെ ആയി പോവും, ഇതുപോലെ കണ്ടിന്യൂസ് ഡയലോഗൊക്കെ പറയുമ്പോൾ. പക്ഷെ മോള് ഇത്രയും നേരം ആ ഒരു അക്ഷരസ്ഫുടത, ആ മലയാളത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നല്ലോ ഡയലോഗിൽ, എനിക്ക് സത്യം പറഞ്ഞാൽ അസൂയ തോന്നിപ്പോയി കേട്ടോ. എക്സലൻറ്റ്, എക്സലൻറ്റ്. താങ്ക് യു സോ മച്ച് മാം. അയനയുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്തത് ശരിക്കും ഞങ്ങൾക്ക് നന്നായെന്ന് തോന്നുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലായിരുന്നില്ല. അത്രയ്ക്കും എന്താ പറയണ്ടേ, ആ ഇൻറ്റൻസിറ്റി. ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് ഈ ഒരു ഫൈനൽ വേദിയിൽ കൊണ്ടുവന്നതിന് ആദ്യമേ അതിനാണ് കയ്യടി തരേണ്ടത്. കാരണം ഇത് നമ്മളെല്ലാവരെയും ബാധിച്ചൊരു വിഷയമാണ്. ആൻഡ് ഞാൻ വിചാരിക്കണത്, ഒരു സമൂഹത്തോട് നമ്മൾക്ക് ഒരു കാര്യം പറയാൻ ഏറ്റവും ശക്തമായ മീഡിയ എന്ന് പറയുന്നത് ആർട്ടാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാരൊക്കെ ചെയ്തത് എന്താണ്, അതുപോലെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ബോധവൽക്കരണമാണ് ഇവിടെ നടന്നത്. ഒരു കോമ്പറ്റീഷനിൽ അപ്പുറം ഈ പെർഫോമൻസിനെ എനിക്ക് അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഇത് കോമ്പറ്റീഷനിലൊക്കെ മേലെ പോയി ആ പെർഫോമൻസ് ഒരുപാട് കാര്യങ്ങൾ ചിന്തിപ്പിച്ചു. അവസാനം ആ കത്തിയെടുത്ത് ആ തലേണേന്ന് ആ ഇത് വന്നപ്പോൾ കലേശേട്ടാ, അതാണ് ഒരു ആർട്ടിസ്റ്റ്. സ്റ്റേജിൽ നിന്ന് അത് കഴിയണ വരെ ഇനി എന്ത് സംഭവിച്ചാലും ആർട്ടിസ്റ്റിൻ്റെ മുഖത്തത് വരില്ല. പണ്ട് മഞ്ജു ചേച്ചിയും ഞാനൊക്കെ ഒരു പ്രോഗ്രാമിന് പണ്ട് പോയപ്പോൾ സ്റ്റേജിൽ മുഴുവൻ ആണി കിടക്കുമായിരുന്നു, നിറയെ ആണി. അപ്പോൾ ആ ആണിയിലാണ് ചേച്ചി ഫുള്ള് ഡാൻസ് ചെയ്ത് ആ ആണി കംപ്ലീറ്റ് കാലിൽ കുത്തിക്കയറിയിരുന്നു. അത് വെച്ചിട്ടാണ് ചേച്ചി കംപ്ലീറ്റ് ഡാൻസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബാക്ക് സ്റ്റേജിൽ വന്നിട്ടാണ് ഈ കാല് ഞങ്ങൾ കാണുന്നത്. അത്രയും ആ മുഖത്ത് ആരും അത് കണ്ടില്ല. അത് പറഞ്ഞ പോലെ മോള് ചുമക്കണിട്ട് എനിക്ക് എൻ്റെ മോനൊക്കെ ചുമക്കണ പോലെ തോന്നി. എനിക്ക് സങ്കടം വന്നു ഭയങ്കരമായിട്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ ജഡ്ജസ് പറഞ്ഞ പോലെ തന്നെ വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ഈ ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നു എന്നുള്ളതിന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു കൈഡി നൽകാം അതിനൊക്കെ വേണ്ടി. പ്ലീസ് എവരി വൺ. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു അതിന് ആ ഒരു ക്യാരക്ടറിൽ നിന്നല്ലേ ഇതുവരെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല ശരിക്കും. അത് ഐ കുഡ് സീ ഹിയർ. അതിനൊക്കെ എത്ര വയസ്സുണ്ട്? 11 വയസ്സുകാരിയാണ്. ഒരു കയ്യടി കൊടുക്കണം കേട്ടോ, ഗംഭീരമായിട്ടാ ചെയ്ത മോള്, അടിപൊളി മോളെ. യെസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് അയന. സോ ഡു റോക്ക് ഫോർ യുവർ നെക്സ്റ്റ് പെർഫോമൻസ് ഇൻ നെക്സ്റ്റ് റൗണ്ട്, റൗണ്ട് നമ്പർ 2. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് മാം അയനയുടെ അമ്മയാണ് അല്ലേ, ഇത്രയും ടെൻഷനോടെ ഇരുന്ന ഒരാളാണ്. സോ ഷീ ഈസ് ഓൾ സെറ്റ് നൗ. നന്നായിട്ട് പെർഫോം ചെയ്തൊരു മകളുണ്ടാവുന്ന തന്നെ ഒരു ബ്ലസ്ഡ് അമ്മയാണ്. അപ്പോൾ എന്താണെങ്കിലും താങ്ക് യു സോ മച്ച് അയന. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
ഓക്കെ, സോ ഒരു റിക്വസ്റ്റ്, ഒരു ചെറിയ ഹംബിൾ റിക്വസ്റ്റ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. ദാറ്റ്